ഇനിയുള്ള ദിവസം വിലയുള്ളത് കൊടുക്കാൻ മനസ്സുണ്ടാകുക എന്നുള്ളതാണ്. വിലയുള്ള സമയം, വിലയുള്ള അതുപോലെ നമ്മുടെ കഴിവുകൾ, വിലയുള്ള സമ്പാദ്യങ്ങൾ. കർത്താവ് നമുക്ക് വിലയുള്ള തൻ്റെ തിരുശരീരരക്തങ്ങൾ നൽകിയപ്പോൾ അതുപോലെ തന്നെ വിലയുള്ളത് കൊടുക്കേണ്ട ദിവസങ്ങളാണെന്നുള്ളതാണ്. നമ്മൾ ഓടിപ്പിടഞ്ഞ് ചെയ്യേണ്ടതല്ല, അല്ലെങ്കിൽ സമയം നോക്കി ചെയ്യേണ്ട ദിവസങ്ങളല്ല. ഇനിയുള്ള ഓശാനയാകാം, പെസഹ വ്യാഴാഴ്ച, ദുഃഖ വെള്ളിയാഴ്ചയാകാം, അല്ലെങ്കിൽ ഓരോ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ വിലയുള്ള ഓരോ കാര്യങ്ങൾ കർത്താവിന് കൊടുക്കുക. കാരണം വിലയുള്ളതാണ് കർത്താവ് നമുക്ക് നൽകിയത്. ഒരിക്കലും വിലയില്ലാത്ത കാര്യങ്ങളല്ല. വേറെ ആരുടെ ശരീരങ്ങളെ കുറിച്ചല്ല കർത്താവ് പറഞ്ഞത്, സ്വന്തം ശരീരരക്തങ്ങളെ കുറിച്ച്. ഇതാ നിങ്ങൾക്ക് ഞാൻ പകുത്തു നൽകുന്നു. അത്രയും വിലയുള്ളത് നൽകുമ്പോൾ ഈ മറിയം കൊടുത്തതുപോലെ തന്നെ വിലയുള്ള നമ്മുടെ എല്ലാ ജീവിതവും കൊടുക്കാൻ, വിലയുള്ള ഹൃദയം കൊടുക്കാൻ, ഒന്ന് വിശുദ്ധ കുമ്പസാരം നടത്തി മാനസാന്തരപ്പെട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ചു വേണം ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഓരോ ദിവസവും കർത്താവിൻ്റെ ബലിപീഠത്തെ സമീപിക്കാൻ. അല്ലാതെ പിശുക്ക് പിടിച്ച് വരരുത്, സമയം നോക്കി വരരുത്. ഏറ്റവും അനുഗ്രഹീതമായ ദിവസമായിട്ട് മാറട്ടെ. ഒരുങ്ങി പ്രാർത്ഥിച്ച് ഉറങ്ങാൻ വേണ്ടി ഇവിടെ വരരുത്, അല്ലെങ്കിൽ ഇരിക്കാൻ വേണ്ടി സുഖങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി വരരുത്. അനുഭവിക്കണം, ആ വേദനയിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളായിട്ട് മാറണം. അത്രയും സ്നേഹത്തോടു കൂടി കർത്താവിൻ്റെ സന്നിധിയിലെത്താൻ പറ്റണം. പള്ളിയിൽ കയറാതെ ചുറ്റി നടക്കുന്ന ദിവസങ്ങളായിട്ട് മാറരുത്. പള്ളിയിൽ ഉള്ളിൽ കയറണം. ഉള്ളിൽ കയറി നേരത്തെ വന്ന് ഒരുങ്ങി ദൈവവചനം വായിച്ച് അതുപോലെ ഓരോ പ്രാർത്ഥനയിലും ആത്മാർത്ഥതയിലൂടെ പങ്കെടുത്ത് അങ്ങനെ കർത്താവിന് വിലയുള്ളത് കൊടുക്കുന്ന ദിവസങ്ങളായിട്ട് മാറട്ടെ. വിലയില്ലാത്തതൊന്നും കൊടുക്കരുത് കേട്ടോ. പ്രാർത്ഥിക്കാം.